ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ടർബോ എന്ന മമ്മൂട്ടി സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ടർബോ എന്ന സിനിമയുടെ യഥാർത്ഥ വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നപ്പോൾ കമന്റ് ബോക്സിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, അപ്പോൾ ടർബോ എന്ന സിനിമയുടെ യഥാർത്ഥ FT കളക്ഷൻ എത്രയാണ്, എവിടെയാണ് ടർബോ എന്ന സിനിമയുടെ സ്ഥാനമെന്ന്. ഇപ്പോഴത്തെ ടർബോ എന്ന സിനിമയുടെ FT യഥാർത്ഥ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ടർബോ 2024 എന്ന ഈ വർഷത്തിൽ ഒരു റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. നേരത്തെ കേരള ബോക്സ് ഓഫീസിൽ 6,15,00,000 നേടിയെടുത്ത 2024 എന്ന ഈ വർഷത്തിൽ ഏറ്റവും ഉയർന്ന കേരള FT ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നൊരു റെക്കോർഡ് നേടിയെടുത്തതുപോലെ ഇപ്പോഴത്തെ വേൾഡ് വൈഡ് FT കളക്ഷന്റെ പേരിൽ ഓപ്പണിംഗ് ദിവസം ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2024 നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് മമ്മൂട്ടി ചിത്രം ടർബോ മാറിയിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയുടെ FT കളക്ഷനാണ് ടർബോ എന്ന സിനിമ മറികടന്നിരിക്കുന്നത്. നേരത്തെ ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനെ എത്തിയ മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് എത്തിയ ആടുജീവിതം എന്ന സിനിമ 16,04,00,000 ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ കളക്ഷനാണ് ടർബോ എന്ന സിനിമയിലൂടെ മമ്മൂട്ടി അത് മറികടന്നിരിക്കുന്നത്. 16,10,00,000 രൂപയാണ് ടർബോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് യഥാർത്ഥ ഗ്രോസ് കളക്ഷൻ. ഇന്ത്യയിൽ നിന്ന് മാത്രം 7 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 9 കോടിയിലേറെ ഗ്രോസ് കളക്ഷനാണ് ഓവർസീസിൽ നിന്നും 70 രാജ്യങ്ങളിൽ റിലീസ് ചെയ്തപ്പോൾ സിനിമ നേടിയെടുത്തത്. ആദ്യ ദിവസം ഓവർസീസിൽ മാത്രം $1 മില്യൺ മുകളിൽ കളക്ഷൻ പോയി ടർബോയുടേതെന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെ. അപ്പോൾ സിനിമയുടെ വീക്കെൻഡ് കളക്ഷൻ പോലെ തന്നെ FT കളക്ഷനിലും 17,30,00,000 എന്ന ഫിഗേഴ്സിലും തള്ളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു, വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ വിശ്വസിക്കേണ്ടവർക്ക് അത് വിശ്വസിക്കാം, നമ്മുടെ ചാനൽ പുറത്തുവിടുന്ന ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷൻ വിശ്വസിക്കേണ്ടവർക്ക് അതും വിശ്വസിക്കാമെന്ന്. എന്നാൽ അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ സകല കമന്റ് ബോക്സിലും വന്ന് മുറവിളി കൂട്ടുന്ന, ഒപ്പം തന്നെ പൊട്ടിക്കരയുന്ന PR ടീംസിനോടും ആരാധകരോടും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനായിട്ടില്ല. നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ മറ്റു ചാനലുകളിൽ പോയി മെൻഷൻ ചെയ്യുക, റീച്ച് കൂട്ടി തരുക, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതുപോലെ കൂടുതൽ ഏണിംഗ്സ് കൂട്ടിത്തരുക എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. കാത്തിരിക്കുക അടുത്ത ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.